എല്ലാവർക്കും ഇസൈവ യൂട്യൂബ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വെറൈറ്റി ഡിഷായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മുടെ ചിക്കൻ്റെ ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ ചിക്കൻ കറിയൊക്കെ തിന്ന് നമുക്ക് മടുത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ഒക്കെ തിന്ന് നമുക്ക് മടുത്തിരിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ പെറുക്കി പെറുക്കി തിന്നാനൊക്കെ നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. ചോറിൻ്റെ ഒപ്പമൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. കഞ്ഞിക്കും നല്ല കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന്. ഇതിന് പ്രത്യേകിച്ച് ഞാൻ പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇത് ഞാൻ ചിക്കൻ റെസിപ്പിന്നേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് എൻ്റെ രീതിയാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. ഇതിപ്പോൾ എല്ലില്ലാണ്ട് മാംസം മാത്രം ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നതാണ്. ഇപ്പോൾ ചിക്കൻ്റെ അത് കുഞ്ഞു കുഞ്ഞു പീസാക്കിയതാണ്. വിനാഗിരി ഉപ്പും ഇട്ട് കഴുകി എടുത്തിരിക്കുന്നതാണ്. ഒട്ടും വെള്ളം ഇല്ലാണ്ട് എടുത്തിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് 2 സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ഒരു 2 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്. നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ കൂട്ടാം. വെളുത്തുള്ളി ചേർക്കേണ്ടവർക്ക് വെളുത്തുള്ളി ചേർക്കാം. ഞാൻ വെളുത്തുള്ളി ചേർക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. കണ്ടോ, ഇച്ചിരി സവാളയൊക്കെ ഇച്ചിരി വലുതാക്കി തന്നെ അരിഞ്ഞെടുക്കണം. കടിക്കാനൊക്കെ കിട്ടുന്ന പാകത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടിയിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇല്ലേ, അതിട്ട് കൊടുക്കാം. ഇനി ചിക്കനിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, ഇത്രയും സാധനം ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ചിക്കനിലൊക്കെ നല്ലോണം വെള്ളം ഇറങ്ങും. അപ്പോൾ ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമുക്കത് കണ്ടു നോക്കാം. ഇപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആ ചിക്കനിൽ നിന്നും ഇറങ്ങുന്ന വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ പാകത്തിനൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടാവും. കണ്ടോ, ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഫുൾ വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കണം. ഊറ്റി കളയരുത് ഒരു കാരണവശാലും. ആ ചിക്കൻ വേകേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഊറ്റി കളയാനൊന്നും പാടില്ല. അത് കണ്ട, ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ചിക്കൻ അത്യാവശ്യം വെന്തിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ചിക്കൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ഓയിൽ ചേർക്കേണ്ടവർക്ക് ഓയിലൊക്കെ ചേർക്കാം. ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ നാടൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറ്. അതിൻ്റെ ടേസ്റ്റ് വേറൊരു ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയില്ലേ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സവാള ഒന്ന് വാടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊക്കെ ഒന്ന് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി സവാള. വെന്തങ്ങോട്ട് കുഴഞ്ഞു പോകണ്ട. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം നമുക്ക്. ഇപ്പോൾ സവാളയൊക്കെ പാകത്തിനൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ വെളിച്ചെണ്ണ പോരാ എങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. കാരണം പൊടികളുടെ ആ പച്ചച്ചുവയൊക്കെ മാറണം. പൊടികളൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരേണ്ടതാണ് ചിക്കൻ്റെ ഒപ്പം. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ പോരാ എങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മീറ്റ് മസാല പൊടി 1 ടേബിൾ സ്പൂൺ. ചിക്കൻ മസാല എങ്കിൽ ചിക്കൻ മസാല, അല്ലെങ്കിൽ മീറ്റ് മസാല ആണെങ്കിൽ അതായാലും മതി. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മീറ്റ് മസാലയാണ്. എല്ലാം ഓരോ ടേബിൾ സ്പൂൺ വെച്ചാണ് എടുത്തിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് പൊടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്താം. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണ പോരാ എങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം നമുക്ക് എല്ലാം കൂടി. കുറച്ച് അധികം നേരം ഇട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് മൊരിയിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ എനിക്ക് കറക്റ്റാണ്. ഇപ്പോൾ ഞാൻ അവസാനമായിട്ട് കുരുമുളക് പൊടി ഇച്ചിരി വിതറുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് എന്തോരം നേരം ഡ്രൈ ആക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പൊടിയൊക്കെ ഒന്ന് അടുക്കി പിടിക്കും. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ്, നല്ല അപാര ടേസ്റ്റ് ആണ്. ഞാൻ മിക്കപ്പോഴും ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ ചിക്കൻ കറിയൊക്കെ കൂട്ടി മടുത്ത് കഴിയുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കാറുള്ളതാണ്. ഇപ്പോൾ പിള്ളേരാണെങ്കിലും പെറുക്കി പെറുക്കിയൊക്കെ കഴിച്ചോളും. പിള്ളേർക്ക് കൊടുക്കുമ്പോൾ അധികം എരിവിടാണ്ടിരുന്നാൽ മതി. അപ്പൊ അത്രയേ ഉള്ളൂ. കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കണോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അത്രയേ ഉള്ളൂ. താങ്ക് യു.